ആദം നബി മുതൽ ഇന്ന് വരെ മരണപ്പെട്ടവരാരോ അവരൊക്കെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ഖബറിൻ്റെ ഉള്ളിലാണ്. ഇതൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോഴാണ് മായിഷറാവണത്. ഇപ്പോൾ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതിൻ്റെ പേരാണ് ബർസഖ് എന്ന് പറയുക. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ അതിലേക്കാണ് കിടക്കേണ്ടത്. ലോകാവസാനം വരെ ലോകത്ത് 3 ഊത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഊതിക്കുന്നത്. 3 ഊത്ത്. ഒന്ന് നഫ്ഖുൽ ഫസഅ, പേടിപ്പിക്കലാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫഫസിഅ മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. ഒരു ഊത്തിലൂടെ മൊത്തം പേടിച്ച് വിറയ്ക്കും ജനങ്ങൾ. ഒരു ഊത്തിലൂടെ മൊത്തം പേടിക്കും. ഫസഅ, നഫ്ഖത്തുൽ ഫസഅ എന്നാണ് അതിന് പറയപ്പെടുക. പേടിക്കും, മൊത്തം പേടിക്കും. ഇപ്പോൾ ഒരു ഇടിവെട്ടുമ്പോൾ എന്ത് പേടിയാ, ഒരു സാറ മുഴക്കുമ്പോൾ എന്ത് പേടിയാണ്. അപ്പോൾ ഇതുപോലെ പേടിക്കും അതിന്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ്, നഫ്ഖത്തുസ് സഅഖ്, എല്ലാം തകർന്ന് തരിപ്പണമാക്കാൻ ഒരു ഊത്തൂതും. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമാ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. രണ്ടാമത്തെ ഊത്തിലൂടെ ഈ ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി കളയുമത്രേ. മൊത്തം എല്ലാം തകർന്നു പോകും. സഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം തകർന്നു പോയി, തീർന്നു, ഖലാസ്. കുല്ലു മൻ അലൈഹാ ഫാൻ ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان كل شيء هالك إلا وجهه كل نفس ذائقة الموت. അള്ളാഹു പരിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാം നശിക്കുന്നർത്ഥം, മൊത്തം തകർത്ത് താരിപ്പണാക്കും. ഇപ്പോൾ ഒന്നും ബുൾഡോസർ രാജ് കാണിക്കേണ്ട മോനെ, ഈ ബുൾഡോസർ വെച്ച് ഇടിക്കുന്നവനെയൊക്കെ അള്ള ഇടിച്ച് താക്കും ഒരു സമയത്ത്, മൊത്തത്തിൽ തകർത്തുള്ളൂ. അങ്ങനെ ഒരു സമയം വരും. അതിനാണ് നഫ്ഖത്തുസ് സഅഖ് എന്ന് പറയുക. മൊത്തം ഇടിച്ച് വീഴാണ്, എല്ലാം തീർന്ന്. JCB കൊണ്ടുവന്ന് കഅല്ലം തഗ്ന ബിൽ അംസ്, അള്ളാൻ്റെ JCB കേട്ടോ, ഇവിടുത്തെ അല്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അടിച്ച് നേരപ്പാക്കി മുഴുവൻ. അല്ലാഹു അക്ബർ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയാണ്. ഭൂമി ഇതാ അതിൻ്റെ പ്രകമ്പനത്തോടുകൂടി ഗർജിക്കുകയാണ്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും പുറന്തള്ളുകയാ. എന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യൻ ഭയവിഹ്വലതയോടെ പരസ്പരം ചോദിക്കുന്ന ഒരു രംഗമാണ്. വഖാലൽ ഇൻസാൻ മാ ലഹാ, എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്, എന്താണ് ലോകത്തിന് സംഭവിച്ചത്? ഉണ്ടോ ഒരു ചോദിക്കുക എല്ലാവരും, എന്ത് പറ്റി, എന്താ സംഭവം? അപ്പൊ പറയും യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഈ ഭൂമി അതിൻ്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഒരു ദിവസമാണ്. അത് ലോകാവസാനത്തിൻ്റെ ദിവസമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ലേ? ഇന്നൊന്നും ആളുകൾക്ക് ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. ഖുർആനായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, പറടോ നീ ഭൂമി എടുത്ത് പറ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോട്.
ബിഅന്ന റബ്ബക ഔഹാ ലഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹ് പറയാ, അറിയിച്ചു കൊടുക്കണം. പറഞ്ഞോ, ഭൂമി പറഞ്ഞോ എന്താ സംഭവിച്ചെന്ന്. എൻ്റെ മുകളിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്, അടിച്ചു പൊളിച്ച് ജീവിച്ചവരൊക്കെ അല്ലേ. പറഞ്ഞോ എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞുകൂട്. ഭയങ്കര സംഭവമായിരിക്കും. ആര് പറയാം. എല്ലാവരും അങ്ങനെ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസ് കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാൽ കൽ ഇഹ്നിൽ മൻഫൂസ്. പർവ്വതങ്ങളൊക്കെ തവിട് പൊടി, മനുഷ്യനൊക്കെ പൂ പോലെ പറന്ന് പോവാണ്, പറന്ന് കളിക്കുകയാണ്. എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? വഖാലൽ ഇൻസാൻ മാ ലഹാ യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഗർഭിണികളായ ഒട്ടകങ്ങളൊക്കെ പ്രസവിക്കുകയാണ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞിട്ട് ആ ഉമ്മമാര് നെട്ടോട്ടമോടുകയാണ്. പടച്ചറബേ, പ്രായമെത്തുന്നതിന് മുമ്പേ, സമയമാകുന്നതിന് മുമ്പേ ഗർഭിണികൾ പ്രസവിക്കുകയാണ്. ജനങ്ങളൊക്കെ ഓടുന്ന ഓട്ടം കണ്ടാൽ മദ്യപിച്ച് മതോന്മത്തനായി ഓടുന്നത് പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ വമാഹും ബിസുകാറാ, അവരാരും കഞ്ചാവ് അടിച്ചിട്ടില്ല, അവരാരും മദ്യപിച്ചിട്ടില്ല. വലകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം ഇതാ പുലർന്നിരിക്കുകയാണ്. അവൻ്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. ലോകാവസാനത്തിൻ്റെ തുടക്കമായി അവൻ്റെ ശിക്ഷയാണ്. അല്ല, ആരും വെള്ളമടിച്ചിട്ട് ഓടുമല്ല. ഈ വെപ്രാളപ്പെട്ട് മനുഷ്യൻ ഓടുന്ന രംഗം അതാണ്. ആ രംഗത്തിൽ മനുഷ്യൻ ഓടുന്ന രംഗാണ്. ആ സമയത്താണ് എല്ലാവരുടെയും ഓട്ടം. ചോദിക്കുക, എന്താ സംഭവിച്ചത്? മനുഷ്യന്മാർക്കൊന്നൊരു വിലയില്ല, ആർക്കും വിലയില്ല. ഓടുകല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും അന്ന് അവരവരുടെ കാര്യം, മക്കളൊന്നും വേണ്ട. ഇന്ന് ഭാര്യയില്ലാതെ പുറത്തേക്ക് പോവൂല, മക്കളില്ലാതെ പുറത്തേക്ക് പോവൂല, കൂട്ടുകാരനില്ലാതെ ബൈക്കിൽ കയറൂല. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളും മക്കളും ഇല്ലാത്ത ഒരു ജീവിതമില്ല. പക്ഷേ ആ മഹാമഹ്ശറയിലെ ആ വൻസഭ സമ്മേളിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കുമ്പോ, മോനെ നിന്റെ ഉപ്പയാരാണ്, ഉമ്മയാരാ, ഭർത്താവേ നിന്റെ ഭാര്യ ഏത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് ആരാണ്. ഓരോരുത്തരും ഓടുകയാ. ഭർത്താവിൽ നിന്ന് ഭാര്യ ഓടുകയാണ്, ഉമ്മയിൽ നിന്ന് ഉപ്പ ഓടുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ഓടുകയാ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ. ഓട്ടത്തോടെ ഓട്ടമാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. ഓരോരുത്തർക്കും അന്നേ ദിവസത്തിൽ അവരവരുടെ കാര്യമല്ലാതെ മറ്റൊരാളെ പരിഗണിക്കുക പോലുമില്ല. ഇപ്പൊ പൊക്കെടുത്ത് മക്കളെയും കൊണ്ട് നടക്കും. ഉമ്മ വെച്ച് അവൻ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കും. മക്കളെ എന്നും പറഞ്ഞ് ജീവിക്കും. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഓടുന്ന രംഗ ആ സമയത്ത്. അതൊക്കെ ജനങ്ങൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ആരോർക്കുന്നുണ്ട്? ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം.
അതൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. വല്ലാത്ത സംഭവമാണ് മഹ്ശറിലേക്ക് പോകുന്ന രംഗം, വല്ലാത്ത സംഭവമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതി മൊത്തം അടിച്ച് നിരപ്പാക്കും, പറ്റ നിരപ്പാക്കളെ. തീർന്നതോടുകൂടി എല്ലാം ശാന്തമായിട്ട് കിടക്കും. മുണ്ടക്കൈ ഇല്ല ഇപ്പോൾ കണ്ടില്ല, ആ ഒരു നാട് തന്നെ ഇല്ലതായില്ലേ. അങ്ങനൊരു സംഭവം അവിടെ ഇല്ല, ഒരു വീടേ ഇല്ല, ഭൂമിയല്ല. കല്ലം തഗ്നബിൽ അംസ്, ഖുർആൻ പറഞ്ഞ വാക്ക. ഇന്നലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ആ കോലത്തിൽ അള്ളാഹ് തുടച്ച് നീക്കി. ധനുഷ്കൊടിയിൽ പോകുന്നില്ലേ നിങ്ങളൊക്കെ? രാമേശ്വരത്ത് നിന്ന് കറങ്ങാൻ ധനുഷ്കൊടിയിലേക്ക് പോകില്ലേ? ധനുഷ്കൊടി അവിടെ ഒരു വലിയ രാജ്യമായിരുന്നു, വലിയൊരു നാടാണത്. ആ ധനുഷ്കൊടി എന്ന് പറഞ്ഞ സ്ഥലം കടലിനടിയിലാണത്. ഒരു കാലഘട്ടത്തിൽ കടലിനടിയിലായി പോയ സ്ഥലങ്ങളാണതെല്ലാം. പഴയ റെയിൽവേ സ്റ്റേഷനും പഴയ ഹോസ്പിറ്റലുകളും എല്ലാം അവിടെ പോകുമ്പോൾ കാണാം ധനുഷ്കൊടി. പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പള്ളികളുടെ ഞാനത് വായിച്ചിട്ടുണ്ട്. പള്ളിയുടെ ആ ഒരു മീസാങ്കല്ലിനകത്ത് എഴുതിയിരിക്കുന്ന, കൊത്തി എഴുതിയിരിക്കുന്ന അവിടെ പോയപ്പോൾ കാണാൻ പറ്റി. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഉണ്ട്. കാരണം വലിയ വലിയ നാടായിരുന്നു, വലിയ നാട്. പക്ഷെ തകർന്നരിപ്പണാക്കി. ഇപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കാറൂൻ അധിവസിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങൾ ഈജിപ്തിൽ പോയിട്ടില്ലേ? പോയി നോക്ക്. കാറൂൻ ആ സ്ഥലങ്ങളൊക്കെ കാണാം. കടലായിട്ട് കിടക്കുകയാണ്. എന്തായിരുന്നു ഭയങ്കര വീട്, സെറ്റപ്പ്, കൊട്ടാരായിരുന്നു. അല്ലാഹു തആല ഭൂമിക്കകത്തേക്ക് അവനെ ഇടിച്ച് താഴ്ത്തിയ സ്ഥലം ഇന്ന് കടൽ പോലെ കിടക്കുകയാണ്. കടലാണ്. അവിടെയായിരുന്നു അവൻ്റെ ഭവനമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ അവിടെ ഇല്ല. ഇതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. ഇതാണ് ഈ ലോകാവസാനം. ലോകത്തിൻ്റെ അവസാനത്തോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മയ്യത്തും കരയോ പാറയും മുക്കോ ഇങ്ങനൊരു ജംഗ്ഷനോ ഇതൊരു സംഭവം. ഇപ്പം മുണ്ടക്കൈയിൽ എൻ്റെ വീട് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് പറയാനേ പറ്റൂ. ഏതായിരുന്നു എൻ്റെ വീട്, ഏതായിരുന്നു നിങ്ങളുടെ സ്കൂള്, ഏതായിരുന്നു നിങ്ങളുടെ മദ്രസ, എല്ലാം നിരപ്പായി. ഇതാണ് ലോകാവസാനം. ഇത് രണ്ടാമത്തെ ഊത്തോടുകൂടി ലോകം മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. മൂന്നാമത് ഊതാൻ പറയും. അതാണ് മഹ്ശറയിലേക്കുള്ള യാത്ര. ആലമുൽ ബർസഖ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്ന യാത്ര എങ്ങോട്ടാണെന്നറിയോ? അതാണ് മഹ്ശറിലേക്കുള്ള യാത്ര. അഞ്ചാമത്തെ ലോകം അതാണ്, ആലമുൽ മഹ്ശർ. അഞ്ചാമത് നമ്മൾ പോകുന്ന സ്ഥലമാണ് ആലമുൽ മഹ്ശർ, മഹ്ശറയിലേക്ക്. നമ്മളിത് അറിയണ്ടേ, പഠിക്കണ്ടേ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കണേ. ഒരു ലോകമുണ്ട് കേട്ടോ. ആ ലോകത്തിൻ്റെ പേരാണ് ആലമുൽ മഹ്ശർ. അത് വിശ്വസിക്കണം. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സത്യവിശ്വാസികളുടെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ നിസ്സംശയം, ഒരു സംശയവും വേണ്ട, ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്, സദ്വർത്തർക്ക് വഴികാട്ടിയാണ്. ആരാണ് ആ മുത്തഖീകൾ എന്നറിയോ? അല്ലദീന യുഖീമൂന സ്സലാഹ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ, ഗൈബ് എന്ന് പറഞ്ഞ ഒരു ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അദൃശ്യ ലോകം, അദൃശ്യ ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അങ്ങനെ ഒരു ലോകമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കൗമിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇവർ ഈ ആട്ടും പാട്ടും ഈ പത്രാസും കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ, ദുനിയാവാണ് നമ്മുടെ ലോകം, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി. ആഖിറം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും, അതൊക്കെ വെറുതെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കണം മക്കളെ എന്ന മട്ടിലാണ് ഈ നമ്മുടെ കൗമിനെ. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ അറിയണ്ട, നമ്മുടെ കൗമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വല്ല പേടിയുണ്ടോ ആഖിറത്തെക്കുറിച്ച്? ആർക്കെന്താ പേടി? കല്യാണത്തിലൊക്കെ അവൻ്റെ പവറും പത്രാസും എന്തൊക്കെയാണ്? ആണും പെണ്ണും ചേർന്ന് കിടന്ന് ചാടിക്കളിക്കുന്ന കളിയൊക്കെ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ആര് ചോദിക്കാൻ പറയും? എന്തായാലും പറയാൻ പറ്റുമോ? ഉസ്താദുമാർക്ക് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റുമോ? ആലമുൽ അർവാഹില്ലേ, ആലമുൽ മഹ്ശറില്ലേ? നാളെ മഹ്ശറിൽ ഇതൊക്കെ ചോദ്യം ചെയ്യൂലേ? ഇതൊക്കെ നിന്നെ കൊണ്ടുപോകൂലേ?
ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? നീ മരിച്ചു പോന്നവനല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം എങ്ങോട്ടാ? നീ മരിച്ച മണ്ണായി പോകുമെന്നാണോ നീ കരുതുന്നത്? നീ മണ്ണായി പോയത് കൊണ്ട് അള്ളാഹ്ക്കുള്ള പ്രശ്നമുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى മനുഷ്യ നീ വെറുതെ കളിക്കണ്ട കേട്ടോ, വെറുതെ രസിക്കണ്ട കേട്ടോ, വെറുതെ നിന്നെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ. അള്ളാഹ് നമ്മടുത്ത് ചോദിക്കണം, ഹബീബേ, സൂറത്തുൽ ഖിയാമ പേര് തന്നെ അത് തന്നെയാണ്. ഖിയാം, ലോകാവസാനം തീർന്ന് നിന്നെ നിർത്താൻ പോകുന്ന സ്ഥലമാണ് ഖിയാമ. നിന്നെ നിർത്താൻ പോണത്. ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാം നിർത്തി, ലോകമൊക്കെ നിർത്തി, ആട്ടും പാട്ടൊക്കെ നിർത്തി, നിന്നെ നീ നിർത്താൻ പോവാണ്. കേറുന്നില്ലേ? ഖിയാമത്ത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ലോകാവസാനത്തെ തന്നെയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്തൊക്കെ അള്ളാഹ് പിടിച്ചിടുന്ന സത്യമായി. അള്ളാഹ് ആണിടുകയാണ് നമ്മളോട്. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാം നശിച്ചാലും 7 കാര്യങ്ങൾ നശിക്കൂല കേട്ടോ. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമാകുമത്രേ. അള്ളാഹ് ഉദ്ദേശിച്ച ചിലത്, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച ചിലതൊഴികെ എല്ലാം നശിക്കും. അതെന്താ അള്ളാഹ് ഉദ്ദേശിച്ച ചിലത്? ലാ സബ്അത്തുൻ, 7 കാര്യം, ലാ തഫ്നീ, നശിക്കൂല. ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂകമ്പം ഉണ്ടായാലും, ഭൂമി കുലുക്കം ഉണ്ടായാലും, ലോകാവസാനം സംഭവിച്ചാലും, ഖിയാമത്ത് നാൾ സംഭവിച്ചാലും 7 കാര്യം നശിക്കൂല. 7 കാര്യം നശിക്കൂല. 1 അർശ്, 2 കുർസി, 3 ലൗഹ്, 4 ഖലം, 5 ജന്നത്ത്, 6 നാർ നരകം, 7 അൽ അർവാഹ്. നമ്മുടെ റൂഹുകളുണ്ടല്ലോ, നശിക്കൂല. നമ്മുടെ റൂഹിനാണ് ചോദ്യം. റൂഹാണ് പിടിച്ചോണ്ട് പോണത് മലക്ക്. ഡെഡ് ബോഡിക്ക് ഒരു ചാൻസും ഇല്ല. ബോഡി ബോഡിയല്ല വിഷയം, ബോഡിക്കകത്തുള്ള റൂഹാണ് വിഷയം. അതാണ് റൂഹ്. നമ്മൾ അവരെല്ലാം അടിച്ചു പോയാൽ പറയില്ല, അളിയാ എൻ്റെ റൂഹ് പോയി അളിയാന്ന് പറയും. പോത്തിന് നടത്തിട്ട് അളിയ റൂഹ് പോയി, ഇനി ഉരിച്ചോ. അപ്പോൾ റൂഹ് പോയെന്ന് പറയുന്നില്ലേ, ഈ റൂഹാണ്. ഈ റൂഹ് ചത്തു എന്നല്ല പറയുന്നത്, റൂഹ് പോയെന്ന് പറഞ്ഞത്. എവിടെ പോയി? ഒന്നുകിൽ സ്വർഗത്തിൽ പോയി, അല്ലെങ്കിൽ നരകത്തിൽ പോയി. 2 സ്ഥലത്തേ പോകുള്ളൂ. ഒന്നുകിൽ ഇല്ലിയൂൻ സ്വർഗം, അല്ലെങ്കിൽ സിജ്ജീൻ നരകം. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ 2 സ്ഥലത്താണ് മലക്കുൽ മൗത്ത് ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. മലക്കുൽ മൗത്ത് വന്ന് പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലം അതാണ്. എൻ്റെ റൂഹിനെയാണ് പിടിക്കുന്നത്, ശരീരമല്ല. ശരീരമൊന്നും അള്ളാഹ്ക്കൊന്നും വേണ്ട, ഈ റൂഹാണ്. അവൻ റൂഹ് മരിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നില്ല സംഭവം യഥാർത്ഥത്തിൽ. ഈ റൂഹിനെ പിടിച്ചോണ്ട് പോയി നമ്മൾ ഡെഡ് ബോഡി ആയിട്ട് കിടക്കും. ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി ഖബറിനകത്ത് വെച്ച് അവിടെ നിന്ന് 7 ചുവട്ടടി എല്ലാവരും മാറുമ്പോഴേക്കും അവൻ്റെ റൂഹിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും നമ്മുടെ ശരീരത്തിലേക്ക്. അപ്പം നമുക്ക് വീണ്ടും ഉയിര് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ പിടിച്ചിരുത്തിയിട്ടാണ് ചോദിക്കുന്നത്, ഉണ്ടോ? അങ്ങനെയാണ് റൂഹിനെ മടക്കപ്പെടും. ആ റൂഹ് മടക്കുമ്പോൾ നമുക്ക് ആഫിയത്ത് കിട്ടി, ആരോഗ്യം കിട്ടി, ആയുസ് കിട്ടി. അങ്ങനെ നമ്മളെ വിളിച്ച് ഉണർത്തും. അങ്ങനെ ഉണർത്തിയിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തും. എന്നിട്ട് ചോദിക്കും, ആരാ നിന്റെ റബ്ബ്? ഉயிருള്ളവൻ്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റൂ? മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? ആരാ നിന്റെ റബ്ബെന്ന് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഉയിരവിടെ കൊടുക്കുകയാണ്, റൂഹ് കൊടുക്കുകയാണ്. തുആദ് റൂഹു. അപ്പോൾ റൂഹ് മടക്കപ്പെടും ഖബറിനകത്ത്.
അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് നമ്മളവിടെ സലാം പറയുന്നത്. ഇവിടെ റൂഹിനെ മടക്കപ്പെടും, പിന്നെ മരിക്കൂല, പിന്നെ ഒരൊറ്റ കിടത്തയാണ്, പിന്നെ അവിടുത്തെ അദാബുകൾ സ്വീകരിച്ചോണം. അതാണ് ബർസഖ്. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ ഒരു ഊത്തുണ്ടല്ലോ, മൂന്നാമത്തെ ഒരു ഊത്തുണ്ട്. ആ ഊത്തിലാണ് നേരെ മഹ്ശറയിലേക്ക് വണ്ടി പോകുന്നത്. വനുഫിഖ ഫിസ്സൂർ ഫൈദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീൻ അല്ലേ, മഹ്ശറയുമായി ബന്ധമാണ് കേട്ടോ. ആ യാസീൻ ഓതുമ്പോ എൻ്റെ പൊന്നു ഉമ്മ പെങ്ങന്മാരെ, ഈ ആയത്തതിൽ വരുമ്പോ നിങ്ങളുടെ മനോമുകുരങ്ങളിലൂടെ ഈ അർത്ഥം കൂടെ ഒഴുകിപ്പോ തലോടട്ടെ. വനുഫിഖ ഫിസ്സൂർ, മൂന്നാമത്തെ കാഹളത്തിലൂടെ മൂന്നാമത്തെ പ്രാവശ്യം മലക്കുൽ മൗത്ത് മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്ന സമയത്ത് ഇതാ എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഫൈദാഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാം കബറിൽ കിടന്നവരെല്ലാം ഈ റൂഹുകളൊക്കെ പടക്കെന്ന് പറഞ്ഞ് ചാടി ഉണരുകയാണ്. കബറിൽ കിടക്കും. അപ്പം ഈ ഖബറിൽ ശിക്ഷ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉറക്കമില്ലല്ലോ, അവർക്ക് ശിക്ഷകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഖിയാമത്ത് നാൾ വരെ. ഈ സൂറന്ന കാഹളത്തിൽ ഊതുന്നതിന് മുമ്പ് അല്പസമയം അവരെ ഒന്ന് ഉറക്കും. അല്ലാഹു തആല എല്ലാവരെയും ഉറക്കും. യനാമൂന നൗമതൻ ഖഫീഫ, ഒരു ലഘുവായ ഉറക്കം, നല്ല ഉറക്കമല്ല, ഒരു ലഘുവായ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ദിവസം ഉറങ്ങാതെ ക്ഷീണിച്ചിരുന്ന് യാത്ര ചെയ്തിട്ട് ജസ്റ്റ് വണ്ടി ഓടിച്ചോണ്ടുമ്പോൾ കണ്ണൊന്ന് മയങ്ങുന്നു, ഒന്ന് സൈഡൊന്ന് ആക്കിയിട്ട് ഉറക്കി നോക്കിയാൽ ഒരു 10 മിനിറ്റ് ഉറങ്ങുക, നമ്മൾ വിചാരിക്കും 1 മണിക്കൂർ നമ്മൾ ഉറങ്ങിപ്പോയെന്ന്. അതേപോലെ ഈ ഖബറിനകത്ത് കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ഉറക്കും. അവർ നല്ല പോലെ ഉറങ്ങിയതായിട്ട് തോന്നും. അപ്പോഴാണ് സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവരെങ്ങനെ എഴുന്നേറ്റിങ്ങനെ കണ്ണുകളൊക്കെ തിരുമും. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞൊളിഞ്ഞ എഴുന്നേൽക്കുന്നത് പോലെ ഖബറിനകത്തുനിന്ന് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അവർ പറയും അത്രേ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്, ആരാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്, ആരാണ് ഞങ്ങളെ തട്ടി ഉണർത്തിയത്, ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്, എങ്ങോട്ടേക്ക് ഞങ്ങളെ നയിക്കുകയാണ്? ഉടനെ പറയപ്പെടുകയാണ് ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഹാദാ മാ വഅദർ റഹ്മാൻ. അല്ലാഹുവിൻ്റെ റഹ്മാനായ പടച്ച തമ്പുരാന്റെ വാഗ്ദയാണ്, വാഗ്ദാനമാ. ഖബറിൽ കിടക്കാൻ പറ്റൂല, അത് ആലമുൽ ബർസഖാണ്. ആ 4ാമത്തെ ലോകത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽക്കണേ. ഇനി ആലമുൽ മഹ്ശറയിലേക്ക് കടന്നു വരണമേ. ആലമുൽ മഹ്ശറിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെയാണ് കല്ലും നെല്ലും തിരിച്ചറിയുന്നത്, സത്യവും അസത്യവും അറിയാൻ പോവുകയാണ്. ളാലിമീങ്ങളും അഹങ്കാരികളും അക്രമികളും അതിക്രമികളുമെല്ലാം ഈ ദുനിയാവിൽ കൊടികുത്തിവാണപ്പോ മർദിത ജനകോടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന സ്ഥലമാണ് ആലമുൽ മഹ്ശർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരണമേ. ഖബറിലെ ഉറക്കം മതിയാക്കണേ. അതാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ.
പ്രവാചകന്മാരെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതല്ലേ, താക്കീത് നൽകിയതല്ലേ? ആ ദിവസം ഇതാ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇനിയും മഹ്ശറയിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറാകണേ. അല്ലാഹു അക്ബർ. അങ്ങോട്ട് പോകുമ്പോഴാ മോനെ സംഭവം അറിയാൻ പോകുന്നത്. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ വിരോധികളെല്ലാം വിളിച്ചുണർത്തുകയാണ്. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം. മുൻഗാമികളായവരും പിൻഗാമികളും തുടക്കക്കാരും ഒടുക്കക്കാരും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരും അവസാനം സൃഷ്ടിക്കപ്പെട്ടവരും എല്ലാം ലമജ്മൂഊൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം. ആ അറിയപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് കേട്ടോ. അവആബാഉനൽ അവ്വലൂൻ. മുൻഗാമികളായ പൂർവീകരായ സൂരികളടക്കമുള്ളവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മമാര്, ഉപ്പുപ്പമാര് എല്ലാവരെയും ഇതാ വിളിച്ചു ഉണർത്തുകയാ. അവരെ എല്ലാ കൂട്ടം കൂട്ടമായി മഹ്ശറയിലേക്ക് ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുകയാണ്. വാ 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 എല്ലാ അല്ലാത്ത സംഭവം തന്നെയാണ്. കൊണ്ടുപോകണം മാലക്കൾ വന്നിട്ട്. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ. അല്ലാഹ് പടച്ച റബ്ബേ, നമ്മുടെ നാവിനൊന്നും അവിടെ വിലയില്ലട്ടോ. നമ്മളെ കൂട്ടിക്കൊണ്ടിങ്ങനെ പോകുമ്പോൾ, മഹ്ശറയിലേക്ക് പോകുമ്പം നമുക്കെതിരെ സാക്ഷി പറയുന്നത് ആരെന്നറിയോ? നമ്മുടെ കൈ, നമ്മുടെ കണ്ണ്, നമ്മുടെ കാല്, നമ്മുടെ കാതുകൾ, നമ്മുടെ നാവ് നമുക്കെതിരെ സാക്ഷി പറയാം. നമുക്കെതിരെ സാക്ഷി പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. മഹ്ശറയിൽ പോകുമ്പോഴാണ് കല്ലെന്നെല്ലാം തിരിച്ചറിയുക. അമ്മക്കെതിരെ സാക്ഷി പറയുന്നത് അയൽവക്കക്കാരനൊന്നുമല്ല, താത്തായും അല്ല, കാക്കായും അല്ല, അവരൊന്നുമല്ല. നമുക്കെതിരെ സാക്ഷി പറയുന്നത് നമ്മുടെ അവയവങ്ങൾ തന്നെയാണ്. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. അല്ലാഹുവേ പടച്ചവനെ, ഇതിനൊക്കെ ആര് മറുപടി കണ്ടെത്തും? ആര് മറുപടി പറയും? ആരിതിന് പരിഹാരം കാണും? നമുക്കിതൊക്കെ പ്രസംഗിച്ചിട്ട് രാത്രി പോയി കിടക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. അല്ലാഹ്, ഇപ്പോൾ ഇത് പ്രസംഗിക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ടെൻഷൻ അടിച്ചാൽ നമുക്ക് അടുത്ത പ്രസംഗം വരില്ല. പക്ഷേ നമ്മളിത് ഓർക്കണേ പോയി കിടന്നിട്ട്. ഈ കൈയൊക്കെ നമുക്കെതിരെ മഹ്ശറയിൽ പറയുകയാണെന്ന് സാക്ഷി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കൈയൊക്കെ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സൂറത്ത് യാസീൻ.
സൂറത്ത് യാസീൻ. യാസീനിലെല്ലാം അള്ളാഹ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? നമ്മളെപ്പോഴും ഓതുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ഓതുന്ന യാസീൻ മനസ്സിലാക്കാനാണ്. ആർക്കും മൈസറെ കുറിച്ച് വല്ല വിശ്വാസമില്ല? ആർക്കുള്ള? ഇതൊക്കെ ഖുർആനാണ്. ഇത് ഖുർആനല്ലേ? ഇത് ആരോടെ ഇത് സംസാരിക്കുന്നത്? ഖുർആൻ. മുസ്ലിമീങ്ങളെ നമ്മളോടാണ് സംസാരിക്കേണ്ടത്, വേറെ ആരോടെ സംസാരിക്കണ്ടേ? നമ്മളോട് സംസാരിക്കേണ്ട ആയത്തുകളായത്. നമ്മളോടാ പറയുന്നത് അൽയൗമ, ഇന്നേ ദിവസം, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായി നാം മൂടിക്കെട്ടി സീല് വെക്കുമത്രേ. പോയില്ലേ സംഭവം? പോയില്ലേ ഹബീബേ? നമ്മളെത്ര ഒളിപ്പിച്ച് വെച്ചതൊക്കെ ഇപ്പോൾ അതാ പൊട്ടാസ് പോലെ പൊട്ടാൻ പോവാണ്. പോയില്ലേ? ജസ്റ്റ് 10 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി രാത്രി കുത്തിയിരുന്ന് ഈ ചെയ്ത തെറ്റ് ഡിലീറ്റാക്കിക്കൂടെ? അള്ളാഹ് നീ പരസ്യപ്പെടുത്തരുത്, ഡിലീറ്റാക്കി കളാ പടച്ചോനെ. ചെയ്തു പോയി പടച്ചോനെ, മാപ്പാക്ക് പടച്ചോനെ, പ്ലീസ് പ്ലീസ് യാ അള്ളാഹ്, പ്ലീസ് മാപ്പാക്കണേ അള്ളാഹ്. നാണം കെടുത്തല്ലേ അള്ളാഹ്, നാണം കെടുത്തല്ലേ. ഒന്ന് കുത്തിയിരുന്ന് ഒന്ന് കരഞ്ഞൂടെ? റബ്ബിൻ്റെ അടുക്കലുണ്ട് മൊബൈല് ചാറ്റി എല്ലാം തീർത്ത് ലാസ്റ്റ് ക്ലിയർ ചാറ്റ് അടിച്ച് കളയുമല്ലോ, പൊണ്ടാട്ടി കാണാതിരിക്കാൻ. റോഡിൽ വെച്ച് ക്ലിയർ ചാറ്റ് അടിച്ചിട്ടല്ലേ വീട്ടിൽ കയറി വരുന്നത്. എല്ലാം അടിച്ചിട്ട് ബ്ലോക്കാക്കി വെക്കും. ഇനി നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ നീ വിളിച്ചാൽ മതി, അതൊരിക്കും വിളിക്കല്ലേ, കട്ടാക്കി വെച്ചേരെ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ കയറി വരും. ക്ലിയർ ചാറ്റായി. പൊണ്ടാട്ടി നോക്കിയാലും ഒന്നും കാണാനില്ല. എന്നാൽ നീ നോക്കിക്കോടി, എടുത്തങ്ങ് ഇട്ട് കൊടുക്കും. പൊട്ടിപ്പെണ്ണിന് വല്ല അറിയാം ഈ സാധനം. അവിടെ എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ മച്ച നല്ല മച്ച, സൂപ്പർ മച്ച, യാ അല്ലാഹ്, ഒന്നും അറിയില്ല. എല്ലാം ക്ലിയർ ചാറ്റ് അടിക്കും. നമ്മളതേപോലെ നമ്മുടെ പാവങ്ങളൊന്ന് ക്ലിയർ ചാറ്റ് അടിക്കാത്തെന്ത്? എത്ര തെറ്റാണ് ചെയ്യുന്നത്? കൈ കൊണ്ട് ചെയ്യുന്ന തെറ്റ് ചെറിയതുമല്ലാണ്, ചെറിയ തെറ്റുമല്ലാണ് കാക്ക കൈ കൊണ്ട് ചെയ്യുന്നത്. എത്ര വലിയ തെറ്റാ! നീ സംസാരിക്കണ്ട, നിൻ്റെ വായി മൂടടാന്നല്ല പറയും. മൂടടാ നിൻ്റെ വാ. നിൻ്റെ നാവ് തുറന്നാൽ നീ കള്ളവേ പറയത്തുള്ളൂ ജീവിതത്തിൽ. അതുകൊണ്ട് നിൻ്റെ നാവ് നീ സംസാരിക്കണ്ട. സ്റ്റാപ്ലർ വെച്ച് ഒറ്റ അടി. കൈ സംസാരിക്കും അത്രേ. കൈ സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണുരുട്ടി കാണിക്കും. പറയല്ലേടാ ഡാ, പ്ലീസ് പറയല്ലേടാ എന്ന് പറയാണ് ഖുർആൻ പറഞ്ഞ വാക്ക. വഖാലു ലിജുലൂദിഹിം, നമ്മൾ നമ്മുടെ ചർമ്മങ്ങളോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈന. എടാ, എൻ്റെ കൂടെ നടന്നിട്ട്, എൻ്റെ കൂടെ ഇരുന്ന് ചാറ്റിയിട്ട്, എൻ്റെ കൂടെ ഇരുന്ന് അവിടെ കവളത്ത് പിടിച്ചിട്ട്, എൻ്റെ കൂടെ ഇരുന്ന് അവിടെ കൊത്തിയിട്ട് നീ എനിക്കെതിരെ നീ സംസാരിക്കുന്നല്ലോ. നമ്മൾ ചോദിക്കും നമ്മുടെ കയ്യോട്, വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. എൻ്റെ കൂടെ ഇരുന്നിട്ട് നീ എനിക്കെതിരെ, എൻ്റെ പാല് കുടിച്ചിട്ട് എൻ്റെ പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ. നമ്മളോട് തന്നെ നാളെ നമ്മൾ വഴക്കുണ്ടാക്കും. ലിമ ശഹിദ്തും അലൈന ഖാലൂ. അപ്പോൾ നമ്മുടെ അവയവങ്ങളും ചർമ്മങ്ങളും പറയും അത്രേ, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ വഹുവ ഖലഖകും അവ്വല മറ. എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കതിനെ എതിർത്ത് പറയാൻ കഴിയില്ല സഹോദരാ. എന്താ മറുപടി പറയാം? നമ്മുടെ കൈ പറയുന്ന മറുപടിയാണ്. അള്ളാഹ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചു, എനിക്ക് കള്ളത്തരമൊന്നും അറിയില്ല. പടച്ച റബ്ബേ, നമ്മൾ പിടിച്ചതും നെക്കിയതും പഞ്ച് ചെയ്തതും കിസ് ചെയ്തതും പ്രസ് ചെയ്തതും എല്ലാം വരും. ഇത് സംസം വെള്ളത്തിൽ കഴുകി തൗബ ചെയ്ത് ശുദ്ധിയാക്കും, എല്ലാം പോവും. എന്നൊക്കെയാണ് ഈ ഞരമ്പൊക്കെ അള്ളാഹ് ഇങ്ങനെ റൂട്ട് മാപ്പ് വരച്ച് വെച്ചേക്കുന്ന കണ്ട, റൂട്ട് മാപ്പ് വരച്ച് വെച്ചേക്കുന്ന കണ്ട. അതാ ഞാൻ പറഞ്ഞത്, ആഖിറത്തെക്കുറിച്ച് വിശ്വാസം നമുക്കുണ്ടോ? ഖുർആൻ ആയത്തല്ലേ, ഞാൻ ഓതിയത് ആയത്തല്ലേ? ഇല്ലേ? ഖുർആനിലുണ്ടോ ഉസ്താദ്? ഉണ്ടോ? ഖുർആൻ ആയത്ത് തന്നെയാണോ? പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നീതിമാനായത് കൊണ്ടാണ് തെളിവുകൾ വെച്ചിട്ട് നമ്മളെ ശിക്ഷിക്കാൻ വരുള്ളൂ. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നിപ്പം മൊബൈല് അല്ലെങ്കിൽ CCTV, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ CCTV നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നെഴുതി വെച്ചിട്ടില്ലേ? അങ്ങനെ എഴുതണമെന്ന നിയമം. അവിടെ ഒളിക്യാമറ എവിടെയും പാടില്ല, ഇന്ത്യ നിയമം അനുസരിച്ച്.
അതുകൊണ്ടാണ് റോഡിൽ പോലും പോലീസുകാർ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് മാറി നിന്ന് എഴുതി വെക്കണം, ഇവിടെ ക്യാമറ ഉണ്ട്, ഇത്ര സ്പീഡിലേ പോകാവൂ എന്നൊക്കെ അവിടെ എഴുതി വെക്കണം, നിയമമാണത്. അപ്പോൾ സംഭവം അതിപ്പോൾ നമുക്ക് വീട്ടിൽ കല്യാണക്കുറി വരുമല്ലോ, നീ 90 മൈൽ സ്പീഡിൽ പോയതിൻ്റെ താണ്ട വന്നിട്ടുണ്ട്, 1500 കൊണ്ട് അവിടെ അടച്ചേരെന്ന് പറഞ്ഞു വരും. എല്ലാവർക്കും കല്യാണക്കുറി വന്ന് കിടപ്പുണ്ട്, 5000, 6000, 7000, 10000 രൂപ ഒക്കെ വന്ന് കിടപ്പുണ്ട്. എനിക്ക് 4500 വന്ന് കിടപ്പുണ്ട് കല്യാണക്കുറി, പോയിട്ടില്ല, കല്യാണത്തിന് പോയിട്ടില്ല, അവിടെ വെച്ചേക്കാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എതിർക്കാൻ പറ്റൂലല്ലോ. എതിർക്കാൻ പറ്റുമോ? ഞാൻ പോയിട്ടൊന്നുമില്ല സ്പീഡിൽ, ചുമ്മാ ആവശ്യമില്ലാതെ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോൺ എന്നാ വാ നിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാമ്പാ. അപ്പോൾ ഇരുന്ന് തൊപ്പിയും വെച്ച് താടിയും വെച്ച് ഓടിക്കുന്നു 120-ൽ, എന്നിട്ട് അറിയാം ഞാൻ 80-ലേ പോയുള്ളെന്ന്. നടക്കുമോ? ഈ കളിപ്പീര് നടക്കുമോ? ക്യാമറയുടെ മുന്നിൽ നടക്കുമോ? അപ്പോൾ തെളിവായി. തെളിവാകുമ്പോൾ നമ്മളെന്തായി? സുക്കൂത്തായി. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിഷേധിച്ചാൽ നമ്മുടെ തെളിവ് പൊക്കും. നമുക്കൊക്കെ CCTV ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അറിയോ? കഴുത്തിനകത്തൊരു CCTV ഉണ്ട്, ഒരു കാർഡെല്ലാം ഇട്ടിട്ടുണ്ട്, ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ചിപ്പ് അരിക്കൊമ്പന് ചിപ്പ് ഘടിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ഒരു ചിപ്പ് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചിപ്പ് അല്ല എടുക്കും. വകുല്ല ഇൻസാൻ, എല്ലാ മനുഷ്യർക്കും അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, അവൻ്റെ കഴുത്തിൽ നാം അവൻ്റെ ഭാഗധേയം നിർണയിക്കാനുള്ള ഒരു ചിപ്പ് നാം ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കെങ്ങാനും അറിയാമായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്തും കളയായിരുന്നു, എത്ര ലക്ഷം ആയാലും കുഴപ്പമില്ലായിരുന്നു. ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഖുർആനായത്താ സൂറത്ത് ബനൂ ഇസ്രായേൽ, ഖുർആനായത്താണ്, അവിടെ തെളിവാ. അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, എപ്പോഴാണ് എടുക്കുക? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ, മഹ്ശറയിലെ ജലപ്രളയത്തിൽ ഇതെടുക്കും കേട്ടോ. അത് നമ്മുടെ വയനാട്ടിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് 5 ദിവസം മുമ്പ് CCTV എല്ലാം നശിച്ചുപോയി, അടിച്ചുപോയി. എന്തൊരു കുതിരത്താ, അള്ളാഹുവിൻ്റെ എന്തോ വലിയ കറാമത്തിന് സംഭവിച്ചിരിക്കുന്നു. 5 ദിവസം മുമ്പ് അവിടുത്തെ എല്ലാ CCTVയും വർക്കിംഗ് ആവുന്നില്ല, ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നുമില്ല. മൃഗങ്ങളെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്തു. മൃഗങ്ങൾക്ക് മനസ്സിലായി ഈ മൃഗങ്ങളെന്ന് പറയുമ്പോൾ നോക്കണേ, നമ്മളോട് കരുണയുള്ളതാണ് ഈ മൃഗങ്ങൾ. ഇല്ല, അതുകൊണ്ടല്ലേ ആ ഒരു കുഞ്ഞും തള്ളയും ആ കിളവി പോയിട്ട് ആനയുടെ മുന്നിൽ ചവിട്ടിക്കൊല്ലണം, അരിക്കൊമ്പൻ്റെ മുന്നിൽ പോയിട്ട്. അതുപോലത്തെ മറ്റൊരു കൊമ്പനാണല്ലോ, ഞങ്ങളെല്ലാം നശിച്ചു പോയി, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ ആ മൃഗങ്ങൾ പോലും കരഞ്ഞില്ലേ? പട്ടി പൂച്ചയ്ക്ക് പാല് കൊടുത്തില്ലേ? എന്താ നമുക്കിത് ഒരുപാട് പാടുണ്ട് അബീവേ, ഒരുപാട് പാടുണ്ട്. പട്ടി പൂച്ചയ്ക്ക് പാല് കൊടുത്തു, പട്ടി കിടന്നു കൊടുത്തു, പൂച്ചക്കുഞ്ഞുങ്ങൾ വന്ന് കുടിക്കുന്നു. എന്നാൽ പട്ടി പൂച്ചയെ കടിച്ചുകൊണ്ട് പോകേണ്ടതാ. പട്ടിക്ക് അന്നം കൊടുത്തവർ അവരെ കാണാതെ വന്നപ്പോൾ ആ പട്ടി കുരച്ച് നടക്കാണ്. ഭക്ഷണം കൊടുത്ത് പോലീസുകാർ കൊണ്ടുവന്ന് ബിരിയാണി വെച്ച് കൊടുത്ത്, വേണ്ട എൻ്റെ ആളിനെ കാണണം, അതിന് വേണ്ടിയിട്ട് ഓടി. അവസാനം കണ്ടുപിടിച്ചപ്പോൾ ഇതുപോലൊരു സ്നേഹം. ഒന്ന് ആലോചിച്ച് നോക്കി. മൃഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഒരൊട്ടകം കരയുകയായി. ഒട്ടകം കരയുന്നു, നബിയെ കണ്ടപ്പോൾ കണ്ണിങ്ങനെ. അപ്പോൾ നബിക്ക് മനസ്സിലായി നീ പട്ടിണിയാണെന്നുള്ളത്, നീ പട്ടിണി കിടക്കുകയാണെന്നുള്ളത് നബി തങ്ങൾക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടനെ ചോദിച്ചു, സഹാബാക്കളോട്, ആരാണ് ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ, ആരാണ്? ഒരു കാട്ടറബി എഴുന്നേറ്റ് വന്നു, ഞാനാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ ആഖിറത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. മഹ്ശറിൽ ചോദ്യമുണ്ട്. പശുവിൻ്റെ കാര്യത്തിൽ, കോഴിയുടെ കാര്യത്തിൽ, ആടിൻ്റെ കാര്യത്തിൽ, ആട്ടിൻകുട്ടിയുടെ കാര്യത്തിൽ, പൂച്ചയുടെ കാര്യത്തിൽ, നിങ്ങളൊക്കെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ നാളെ മഹ്ശറയിൽ ചോദ്യമുണ്ടാകും. നിങ്ങളെന്താ വിചാരിച്ച ഇഷ്ടാനുസരിച്ച് അങ്ങോട്ട് വളർത്താമെന്നില്ലേ? അത് കിടന്ന് മേമേന്ന് കിടന്ന് കരഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കാനും ഇല പറിച്ചിട്ട് കൊടുക്കാനും കഷ്ടപ്പെടാതെ അതിനെ ഇടങ്ങറാക്കി അതിനെ പട്ടിണി കിട്ടാൽ എൻ്റെ പൊന്ന് താത്ത ഒരു സുഖവുമില്ല. ഈ മൃഗങ്ങൾ വന്നിട്ട് റബ്ബിൻ്റെ കോടതിയിലും മഹ്ശറിലും മറുപടി പരാതി പറയും, നിങ്ങൾക്കെതിരെ പരാതി പറയും.
ഇത് കണ്ടില്ലേ, ഒട്ടകം കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൻ്റെ വിഷയത്തിൽ നീ ആഖിറത്തിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് നമ്മളൊരു മൃഗങ്ങളെ വളർത്തുവാണെങ്കിൽ മാന്യമായിട്ട് വളർത്തണം. അതിനെ വിഷമിപ്പിക്കരുത്, അതിനെ പട്ടിണിക്കിടരുത്. മൃഗങ്ങളെ അറക്കുമ്പോഴും നമ്മൾ മാന്യമായിട്ട് അറക്കണം. അതിനായിട്ട് കഷ്ടപ്പെടുത്തി അറക്കാൻ പാടില്ല. ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ തെള്ളിയിട്ട് വെട്ടി കീറിയിട്ട് പിന്നെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു, വിടൂല റബ്ബ്. ഇത് വരും, ഈ മൃഗം വരും നാളെ മഹ്ശറയിൽ. അതിൻ്റെയൊക്കെ ഹദീസുണ്ട്, സമയമില്ലല്ലോ. ഹദീസുകൾ ഇങ്ങനെ കിടക്കുക. അതിൻ്റെയൊക്കെ വരുന്നതൊക്കെ രംഗങ്ങൾ, മൃഗങ്ങൾ വരും. എന്നെ തലക്കടിച്ച് കൊന്നവൻ, അതുകൊണ്ട് അത്തുറസാക്ക് അള്ളാഹുവേ, അതുകൊണ്ട് അവൻ എന്നെ തലക്കടിച്ച് കൊന്നവനാ റബ്ബേ. എന്നിട്ട് എന്നെ വെട്ടി നുറുക്കി വിറ്റ് കാശുണ്ടാക്കി ബിസ്മി പറഞ്ഞറത്തില്ല അള്ളാഹ്, അതുകൊണ്ട് അവനാ പടച്ചവനെ. എല്ലാം വരും. കോഴിയെ അള്ളാഹു ഹലാലെന്നും പറഞ്ഞിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്ട് ഇറച്ചി വെച്ച് കച്ചവടം ചെയ്തവനാണ് അവൻ. അള്ളാഹ് വലിയ ബോർഡ് ഹലാലെന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അറുത്ത് കൊടുത്ത മൊത്തം ആറാമായിട്ടാണ് പിടിപടച്ചവനെ പൊക്കും. മൈസർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇവിടെ നമുക്ക് അള്ളാഹുവെ പടച്ചവനെ റബ്ബെ, നിസ്കരിക്കാൻ വന്നപ്പോൾ എൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോയവൻ, അതുകൊണ്ട് അവൻ്റെ നിസ്കാരം കണ്ടാണ്, താടിയും തൊപ്പിയും കണ്ടില്ല, പൈസ ആരാവുണ്ട്. മനുഷ്യനെ പറ്റിച്ച് നടക്കുന്ന, കളിപ്പിച്ച് നടക്കുന്നവനാണ് റബ്ബെ. അള്ളാഹ് അവിടെ വെച്ച് തന്നില്ല പടച്ചവനെ. പിടി വാ സുബൈറെ, വാടാ ഇങ്ങോട്ട്, മാറുന്നില്ലടാ. എല്ലാം പൊക്കും നാളെ മഹ്ശറിൽ. എന്താപ്പം മഹ്ശർ നിങ്ങൾ ധരിച്ചത്? മഹ്ശർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് ധരിച്ചത്? ആളുകൾ വിചാരിച്ചെന്തോ വലിയ രസമുണ്ട്, നമുക്ക് നല്ല സിനിമാറ്റിക്സ് ഡാൻസ് കേൾക്കാൻ പറ്റും മഹ്ശർ എന്ന് പറഞ്ഞാൽ. ഓടിവാന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം A to Z, A to Z മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പൊട്ടിക്കും, കൊണ്ടുവരും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ യൽഖാഹു മൻശൂറാ. ഒരു വലിയ പുസ്തക രൂപത്തിൽ അല്ലാഹു നമ്മൾ ചെയ്ത മുഴുവൻ നന്മകളും തിന്മകളും ഒക്കെ കാണും അതിനകത്ത്. എല്ലാം ഇതേപോലെ വലിയൊരു ഏടായിട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ 22ാം വാർഷികമെന്ന് പറഞ്ഞ് വലിയൊരു ബുക്കടിച്ചിട്ടുണ്ട്. അതിങ്ങനെ അങ്ങോട്ട് തുറന്നാൽ ആദ്യം 2-3 തലകൾ കാണാം. പിന്നെ ഇങ്ങോട്ട് തുറക്കുമ്പം ഓരോന്ന്, അവിടുത്തെ കുറച്ച് വിലക്കുറവും ഗുണമേന്മയും കാണാം. പിന്നെ ഇവിടുത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയും. പിന്നെ പ്രസംഗിക്കാൻ വരുന്ന, മനസ്സിനെ പറ്റിക്കാൻ വരുന്ന മുസ്ലിയാക്കന്മാരുടെ പേര് പറയും. പിന്നെ ഇതിനകത്ത് കുറച്ച് ദഫ് മുട്ടുന്നവരുടെ പേര്, അങ്ങനെ കുറേ, പിന്നെ കുറേ ടിപ്പർ, ലോറി, ഇതെല്ലാം ഓരോന്നോരോന്ന് ബുക്ക്. ഇതേപോലെ നമുക്ക് ബുക്കുണ്ട് നാളെ. കിതാബ, വലിയ കിതാബായിരിക്കും. ഇതുകൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മളിപ്പോൾ കോടതിയിലെ കേസ്, ഇപ്പോൾ നമ്മുടെ മഅദനിയുടെയൊക്കെ കേസ് നമ്മൾ വായിച്ചിട്ടില്ലേ? 25,000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വായിച്ചിട്ടില്ലേ? കോടതിയിൽ 25,000 പേജുള്ള ഏത് കാലത്ത് വായിക്കാനത്? കോടതിയിൽ നിന്ന് വരുന്ന ബുക്ക് അങ്ങനെയാണ്. 5,000 പേജുള്ള 10,000 പേജുള്ള കുറ്റപത്രത മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബാക്കി. കാരണം നമ്മൾ ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്ത തെറ്റ് തിന്മകളും നന്മകളും എല്ലാം ഈ കിതാബായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കും. ഇവിടെ നമുക്ക് ഈ കഷ്ടപ്പെട്ട് ഈ ഒരു ബുക്ക് അവർ അടിച്ചു കൊണ്ടുവന്നപ്പം നമുക്കിത് വായിക്കാനൊന്നും സമയമില്ല. തിരക്കാണെന്ന് പറയാളിയ എത്ര രൂപ വേണം ഞങ്ങൾ പറഞ്ഞാൽ മതി, വായിക്കാനും നോക്കാനൊന്നും സമയമില്ല, ആ പൈസ അങ്ങ് തന്നേക്കാന്ന് പറയും. മഹ്ശറേ മോനെ അളിയ, ആ പണി നടക്കൂല, വായിരടാന്ന് പറയും. എവിടെ പോകാനാ? അല്ല മില്ല് തുറന്നില്ല അല്ലാ, കോഴിയെ തുറന്ന് വിട്ടില്ല അല്ലാ, പാടത്ത് പോത്തിനെ അയച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് പിടിച്ച് കെട്ടട്ടെ അല്ലാ, പൊണ്ടാട്ടി സ്കൂളിൽ പോകാൻ റെഡിയായിരിക്കും, ഒന്ന് കൊണ്ടുവിടട്ടെ അല്ലാ. അവിടെ ഇതൊന്നും പറയാൻ വഴിയില്ല. അവിടെ വേറെ ജോലിയില്ല. അവിടെ നമ്മുടെ ജോലി ഹിസാബാണ്. അവിടെ ഹിസാബാണ് മഹ്ശറിൽ ജോലി. ഇവിടെ നമുക്ക് വായിക്കാൻ സമയമില്ല. അവിടെ അല്ലാഹു നമ്മളോട് പറയും, ഇഖ്റ കിതാബക്, ഇഖ്റ കിതാബക്. നിന്റെ ഗ്രന്ഥമാണ്, നിന്റെ ഭാഗധേയമാണ്, നിന്റെ ഡിസ്കാണ്, നിന്റെ ചിപ്പാണിത്. വായിക്കടോ, വായിക്കടോ. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ووجدوا
വവജദൂ മാ അമിലൂ ഹാളിറാ. നമ്മുടെ കിതാബ് നമ്മളെ മുന്നിൽ വെക്കപ്പെടുമ്പോ പടച്ചവനെ ഭയഭക്തിയോടെ, പേടിയോടെ, ഭയവിഹ്വലതയോടെ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ ദീർഘശ്വാസം വിട്ടിട്ട് വിളിച്ചു പറയും, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നഷ്ടമേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു വള്ളി പുള്ളി പോലും വിടാതെ പടച്ച റബ്ബേ, അത് മുഴുവനും നീ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാ. വവജദൂ മാമിലൂ ഹാളിറാ. അവർ ചെയ്തത് മുഴുവനും അവരുടെ മുന്നിൽ ഒരു ഡിസ്ക് രൂപത്തിൽ, LCD രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുമത്രേ. പോയില്ലേ? ക്യാമറയുടെ ചിപ്പെല്ലാം എടുത്തിട്ടിട്ട് കൊണ്ട് കാണിക്കുകയാണ്. പറയടാ, ഖിറ കിതാബ് വായിക്ക്, നിന്റെ അല്ലേ? അതെ അല്ലാഹ്, അതെ അല്ലാഹ്, അതെ അല്ലാഹ്. ഒന്നും മറുപടി പറയാനില്ല, ഒന്നും മറുപടി പറയാനില്ല. നിന്റെ എന്നല്ലേ? അത് നിന്റെ മുഖം തന്നെയാണല്ലോ. അതെ അല്ലാഹ്, നീ പോയതല്ലേ ഇത്? അതെ. ആ സ്കൂളിൻ്റെ പിറകെ വെച്ച് സംഭവിച്ചു, ആ കോളേജ് വെച്ച്, ആ വണ്ടി വെച്ച്. പ്ലീസ് പരസ്യപ്പെടുത്തല്ലേ അല്ലാഹ്, ഒന്ന് പൊരുത്തപ്പെട്ടതാ അല്ലാഹ്, ഒന്ന് മാപ്പാക്കിത്താ അല്ലാഹ്. അവിടെ പോയി പറയാൻ പറ്റൂല, ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ. അവിടെ അതിനുള്ള സമയമില്ല. മലക്കുകൾ മറ്റേ അമ്പും ബില്ലോട്ടിരിക്കുകയാണ് കുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ പൊരുത്തപ്പെടാനൊക്കെ അവിടെ ഇനി അള്ളാഹട്ട് അറിഞ്ഞു വല്ലതും പൊരുത്തപ്പെട്ട് തന്നാൽ പൊരുത്തപ്പെട്ട്, അല്ല നടക്കൂല. ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ, ഇവിടെ വെച്ച് ഡിലീറ്റ് ആക്കിക്കോ. അവിടെ പോകുമ്പോൾ ഇതിനകത്ത് ഒന്നും കാണൂല, ക്ലിയർ ചാറ്റായിരിക്കും. ഇവിടെ വെച്ച് കരയണം രാത്രി എഴുന്നേറ്റ്, അല്ലെങ്കിൽ പോയി സംഭവം. ഇതെല്ലാം കാണും, അതൊക്കെ ഖുർആനല്ലേ. വജദൂ മാ അമിലൂ ഹാളിറാ. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അല്ലാഹുവേ, അന്ന് പറഞ്ഞത്, അന്ന് പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്, അന്ന് ഖുർആൻ ഓതിയപ്പോ അതിൻ്റെ അർത്ഥം വെച്ചത്, അന്ന് ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് നാദാ ഞങ്ങൾ വീഴുമായിരുന്നില്ല അല്ലാഹ്. അവിടെ പറയും. പക്ഷെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് ആഖിറത്തെക്കുറിച്ച് വിശ്വാസമില്ലാന്ന്. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ പറയണം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ആ നരകത്തിൻ്റെ ക്ഷോഭവും പ്രകമ്പനവും നീ കേൾക്കാതിനെ കെട്ടിവലിച്ച് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഒന്ന് ചിന്തിക്കും, അല്ലാ ഇതിലേക്ക് എന്നെ എറിയാൻ പോവുകയാണോ അല്ലാ, ചെയ്തു പോയ അപരാധമാണ്, തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ, പൊരുത്തം തരണേ അല്ലാ, ഞാൻ ആ തെറ്റ് ചിന്തിക്കുന്നു പടച്ച റബ്ബേ. അല്ലാ ചോദിക്കുന്നു ഫഅന്നാ ലഹു ദിക്റാ. അവിടെ വെച്ച് ആ നരകം കണ്ടിട്ട് നീ ചിന്തിച്ചിട്ട് ഒരു പുണ്യവുമില്ല സഹോദരാ. ഫഅന്നാ ലഹു ദിക്റാ മാഫി ഫൈദ ഖലാസ് കുല്ലും ദുനിയ ഖലാസ് ഹിന മാഫി ഹിനാലത്തൂൽ ലർബ്, ഇടി 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 എല്ലാം അവിടെ വെച്ച് തന്നെ. ചോദിക്കാനുള്ളതൊക്കെ ദുനിയാവ് വെച്ച് ചോദിച്ചു. എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹ് പൊരുത്തപ്പെട്ടരും, പേടിക്കണ്ട. നമ്മുടെ തൗബ എന്ന് പറഞ്ഞതാണ്
ഞാൻ ചെയ്തു പോയ എത്ര വലിയ അപരാധമാകട്ടെ, ആ അപരാധം അല്ലാഹ് തിരിച്ചിട്ടിട്ട് ഫൗലായിക സയ്യിആതിഹിം ഹസനാത്ത്, അവൻ്റെ തിന്മയ്ക്ക് പകരമായി നന്മയാക്കി യുബദ്ദിലുള്ള തബ്ദീൽ ചെയ്യും, അള്ളാഹ് മാറ്റിത്തരുമെന്ന്. ഈ തെറ്റ് മൊത്തം അള്ളാഹ് നന്മയാക്കി തരും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്ത് വേണം? ഇതിൽ കൂടുതൽ അള്ളാഹ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹയോട് പൊരുത്തം ചോദിച്ച് മടങ്ങണം. അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ പടച്ചവൻ നമുക്ക് രക്ഷ തരും. ഒരിക്കലും നമ്മൾ വിഷമിക്കരുത്. നമ്മളെ കൊണ്ടുപോയി നരകത്തിയിട്ട് കത്തിച്ച് ചാമ്പലാക്കി അള്ളാഹ്ക്ക് കണ്ട് രസിക്കലൊന്നും അള്ളാഹുടെ ശൈലിയിൽ പെട്ടതല്ല. അള്ളാഹ് കരുണയുള്ളവനാണ്.